എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് സെറോദയുടെ ഒരു NRI അക്കൗണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു NRI ആരാന്ന് കണ്ടു നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 182 അല്ലെങ്കിൽ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരാണ് NRI എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഹോം കൺട്രിയായി ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന അക്കൗണ്ട് അവരിപ്പം കറന്റ്ലി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫോറിൻ കൺട്രിയിൽ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെയുള്ള രണ്ട് അക്കൗണ്ട്സുകളാണ് NRI അക്കൗണ്ടും NRO അക്കൗണ്ടും. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, NRO അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് ആണ്. NRI അക്കൗണ്ട് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോറിൻ കൺട്രിയിൽ നിന്ന് മാത്രം ഇൻകം ലഭിക്കുന്നവരാണ്. NRO അക്കൗണ്ടോ ഫോറിൻ കൺട്രിയിലും ഇന്ത്യയിൽ നിന്നും ഇൻകം ലഭിക്കുന്നവരാണ്. അതുപോലെ NRI അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഏൺഡ് ഈസ് ടാക്സ് ഫ്രീ, ടാക്സ് വരുന്നില്ല. പക്ഷെ NRO അക്കൗണ്ടിൽ ടാക്സബിൾ ആണ്. അതുപോലെ NRI അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ NRO അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ $1 മില്യൺ മാത്രമാണ് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് അക്കൗണ്ട് നോക്കുവാണെങ്കിൽ NRIയിൽ 2 NRIസിന് മാത്രമാണ് ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ NRO അക്കൗണ്ടിൽ 2 NRIസിനും അതുപോലെ തന്നെ ഒരു NRIക്കും അതുപോലെ ഒരു ഇന്ത്യൻ സിറ്റിസണിനും ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ NRI അക്കൗണ്ടിൽ നമുക്ക് ഫോറിൻ കറൻസി മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ NRO അക്കൗണ്ടിൽ ഫോറിൻ കറൻസിയും ഇന്ത്യൻ കറൻസിയും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് നോക്കുവാണെങ്കിൽ NRIയിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ട്, NRO അക്കൗണ്ടിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരുന്നില്ല. അതുപോലെ 2 അക്കൗണ്ടുകളാണ് PIS അക്കൗണ്ടും നോൺ PIS അക്കൗണ്ടും. PIS എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം, നോൺ PIS എന്ന് പറഞ്ഞാൽ നോൺ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം. NRI അക്കൗണ്ട് ചൂസ് ചെയ്യുന്നവരാണ് PIS സെലക്ട് ചെയ്യുന്നത്, NRO അക്കൗണ്ട് ചൂസ് ചെയ്യുന്നവരാണ് നോൺ PIS സെലക്ട് ചെയ്യുന്നത്. ഇപ്പം PIS അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് PIS ലെറ്റർ, സ്പെഷ്യൽ PIS അക്കൗണ്ടുകൾ ആവശ്യമുണ്ട്. PIS ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് RBI നിന്ന് കിട്ടുന്നതാണ് PIS ലെറ്റർ. അതുപോലെ സ്പെഷ്യൽ PIS അക്കൗണ്ട് ഏതൊക്കെ ബാങ്കിൽ നിന്നായിരിക്കണം? HDFC, ഇൻഡുസിൻഡ്, IDFC, ആക്സിസ്, ICICI ബാങ്കുകളിൽ നിന്നായിരിക്കണം. ഇപ്പം നോൺ PISനാണെങ്കിൽ മോർ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് PIS ലെറ്ററിന്റെ ആവശ്യമില്ല, അതുപോലെ സ്പെഷ്യൽ PIS അക്കൗണ്ടിന്റെ ആവശ്യമില്ല. നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നോൺ PIS അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് PIS അക്കൗണ്ടിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതായത് മ്യൂച്വൽ ഫണ്ടിലും ETF-ലും സ്റ്റോക്കിലും ഒക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് പോസിബിൾ. പക്ഷെ നോൺ PISൽ ഇതിന് പുറമെ BTSTയിലും ഇൻട്രാഡേയിലും F&Oയിലും ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ നോൺ PISൽ കോസ്റ്റ് എഫക്റ്റീവ്, ബ്രോക്കറേജ് ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. നമുക്കൊരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, കറണ്ട് വിസ, പാൻ കാർഡ്, ഓവർസീസ് അഡ്രസ്സ്, ബാങ്ക് അക്കൗണ്ട് പ്രൂഫ്. ഫോർ NRI PIS അക്കൗണ്ട്, ഇപ്പം നമ്മൾ NRI PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. PIS ലെറ്ററും NRI സേവിങ്സും അതിൻ്റെ PIS ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആവശ്യമാണ്. നേരെ മറിച്ച് നമ്മൾ NRO നോൺ PIS അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നെങ്കിൽ നമുക്ക് NRO സേവിങ് അക്കൗണ്ട് മാത്രം മതി. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ കോപ്പിയുടെയും ആവശ്യമുണ്ട്. നമുക്ക് ഒരു NRI അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഒരു NRI അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം NRO അക്കൗണ്ട് ആണോ NRI അക്കൗണ്ട് ആണോ സെലക്ട് ചെയ്യേണ്ടത്? അത് ഞാൻ ഓൾറെഡി നമ്മൾ കമ്പാരിസൺ വീഡിയോ കണ്ടതാണ്. സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ പാൻ കാർഡിലെ നമ്മുടെ ഫുൾ നെയിമും അതുപോലെ പാൻ കാർഡ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ആയിട്ടുള്ള 500 രൂപ അടിക്കാനുള്ള സ്റ്റേജാണ് വരുന്നത്. ഇത് നമുക്ക് റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ല. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഫാദർ നെയിം, മദർ നെയിം, മാരേജ് സ്റ്റാറ്റസ്, ജെൻഡർ, നമുക്ക് ട്രേഡിങ്ങിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ജോലി എന്താണ്, ആർ യു എ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണെന്നൊക്കെ ഉള്ള ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ് വരുന്നത്. NRI ആണോ NRO ആണോ എന്നൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് ചൂസ് ചെയ്യാനുള്ള പേജാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ആസ് പെർ KYC റെക്കോർഡ് നമ്മുടെ KYC ആയിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ഒരു കോപ്പി നോട്ടറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം USA, UK, അതുപോലെ സിംഗപ്പൂർ, UAE,
സൗദി അറേബ്യ, ഓൾ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ നമുക്ക് സെറോദയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റുപ്പി ഫ്ലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് നോട്ടറൈസ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ വേറെ കൺട്രീസിലാണ് നമുക്ക് ഇന്ത്യൻ എംബസിയോ അതുപോലെ ഓതറൈസ്ഡ് ഒഫീഷ്യൽ ഓഫ് ഓവർസീസ് ബ്രാഞ്ച് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ, പബ്ലിക് നോട്ടറി, അതിൽ കോർട്ട് മജിസ്ട്രേറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നോട്ടറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പേജിൽ വരുന്ന ഫാറ്റ്ക ഡിക്ലറേഷൻ ആണ്. നമ്മുടെ ബർത്ത് കൺട്രി, ബർത്ത് പ്ലേസ്, നാഷണാലിറ്റി, ടാക്സ് റെസിഡൻസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെബ് ക്യാം വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ, നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ച ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് വെച്ച സിഗ്നേച്ചർ, ഇൻകം പ്രൂഫ്, പാൻ, ഫോട്ടോ, അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നോമിനിയുടെ നെയിം, നോമിനി മൊബൈൽ നമ്പർ, നോമിനീസുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇ-സൈൻ ആണ് വരുന്നത്. അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന കറണ്ട് ടൈം നിങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമിഗ്രൻറ്റ് കോപ്പി ഡിജി ലോക്കറിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇ-സൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആ സമയം നിങ്ങൾ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ട് ആവശ്യമുള്ള ഡോക്യുമെന്റ്സും ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെറോദയുടെ ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. സെറോദ ഈ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം 24-48 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആകുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക.